നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് 3 ITIകൾ ഉടൻ ആരംഭിക്കുമെന്നും അതിലൊന്ന് തൃത്താലയിലായിരിക്കുമെന്നും മന്ത്രി MP രാജേഷ്. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട നടപടികൾ നടന്നുവരികയാണെന്ന് മന്ത്രി പറഞ്ഞു. തൃത്താല കറുകപുത്തൂർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ 3 ITI ആരംഭിക്കാം എന്ന് ഏറെക്കുറെ ആയിട്ടുണ്ട്. അതായത് പറയാൻ ശരിക്കും പറയാനായിട്ടില്ല. നിങ്ങളോടൊരു വിശ്വാസം കൊണ്ട് ഇപ്പൊ പറയുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ ധനകാര്യ മന്ത്രിയായിട്ട് സംസാരിച്ചു, വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. 3 ഇപ്പൊ അനുവദിച്ചാൽ 1 തൃത്താലയായിരിക്കും. അതിന് നമ്മൾ സ്ഥലം നേരത്തെ കണ്ടിട്ടുണ്ട്. നാഗരശ്ശേരി പഞ്ചായത്തിലാണ് ആ സ്ഥലം കണ്ടിട്ടുള്ളത്. എവിടെയാണോ സ്ഥലം കിട്ടാൻ നോക്കിയിട്ടാണ്. അപ്പൊ 2 സ്ഥാപനമായി. ഗവൺമെന്റ് കോളേജിന് പുതിയ കെട്ടിടം ഇപ്പോ വന്നു കഴിഞ്ഞിട്ടുണ്ട്. തൃത്താല ഗവൺമെന്റ് കോളേജിന് പുതിയ കെട്ടിടം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വരുമ്പോഴുള്ള വ്യത്യാസം ഒന്ന്, ഇപ്പൊ നഴ്സിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ വലിയ മാറ്റമാണ്. തൊഴിലവസരം ഉണ്ടാവുന്നത് മാത്രമല്ല, അത് വരുമ്പോൾ അവിടെ കുട്ടികളുണ്ടാവും, താമസിക്കാനുള്ള സൗകര്യങ്ങൾ വേണ്ടിവരും. ആ പ്രദേശമാകെ മാറുകയാണ്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്ന. ചാത്തന്നൂർ കറുകപ്പുത്തൂരിൽ പ്രവർത്തിക്കുന്ന കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിലാണ് പരിശീലനം പൂർത്തിയായവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത്. 2 വർഷം ദൈർഘ്യമുള്ള സാങ്കേതിക വിദ്യാഭ്യാസമാണ് നൽകി വന്നിരുന്നത്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി സർട്ടിഫിക്കറ്റാണ് പരിശീലനം പൂർത്തിയാക്കിയവർക്ക് നൽകിയത്. ഇതിന്റെ വിതരണോദ്ഘാടനം മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. ഞാൻ പറഞ്ഞു, തൃത്താലയിൽ ഇങ്ങനെ ധാരാളം സ്ഥാപനങ്ങളൊന്നുമില്ല. ആ കുറവ് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്. ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, തൃത്താലയിൽ നഴ്സിംഗ് കോളേജ് മിക്കവാറും ഈ അധ്യയന വർഷം തന്നെ പ്രവർത്തനം ആരംഭിക്കുമെന്നതാണ്. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഒരുപാട് കുട്ടികൾക്ക് തൊഴിലുറപ്പുള്ള ഒരു അവസരം തുറന്നു കിട്ടുന്നതാണ്. നഴ്സിംഗ് കഴിഞ്ഞാൽ ജോലി ഉറപ്പാണ്. കാരണം ലോകത്തെല്ലായിടത്തും ഏറ്റവും ഡിമാൻഡ് ഉള്ളത് മലയാളി നഴ്സുമാർക്കാണ്. ഇതോടൊപ്പം സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വസ്ത്രങ്ങൾ തിരുമിറ്റക്കുടി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൈമാറുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. പ്രസാദ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ഇൻസ്ട്രക്ടർ ഇൻചാർജ് PT ജെയ്സ്മോൻ വിഷയാവതരണം നടത്തി. തിരുമിറ്റക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുഹറ സർട്ടിഫിക്കറ്റുകൾ കൈമാറി. മോഹൻ കടാവാരത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം സാബിറ, അനു വിനോദ്, CM മനോമോഹൻ, ഷെറീന, ബീന, K ഉണ്ണികൃഷ്ണൻ, മുസ്തഫ തങ്ങൾ, അംസ, രാജേന്ദ്രൻ, ശശീന്ദ്രൻ, T രാമൻകുട്ടി, വിജയൻ ചാത്തന്നൂർ, MR രാജീവ്, KP പ്രീതു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചെറുതുരുത്തിയിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കഞ്ചാവ് എത്തിക്കുന്ന പ്രതിയെ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ CI ബോബി വർഗീസും സംഘവും മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഓടിച്ചിട്ട് പിടികൂടി. ഷൊർണൂർ മുണ്ടായ സ്വദേശി കുക്കിരിപ്പറമ്പിൽ രാകേഷാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം 17 വയസ്സ് പ്രായമുള്ള 2 വിദ്യാർത്ഥികൾ ചെറുതുരുത്തി സ്കൂൾ പരിസരത്ത് കഞ്ചാവ് ഉപയോഗിക്കുന്നത് പോലീസ് കണ്ട സാഹചര്യത്തിൽ ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഷൊർണൂർ സ്വദേശിയായ രാകേഷാണ് കഞ്ചാവ് നൽകിയത് എന്നറിഞ്ഞത്. തുടർന്ന് പ്രതിയുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മൊബൈൽ ടവർ ലൊക്കേഷനിൽ പ്രതിയെ കണ്ടത്. പോലീസ് കണ്ടതോടെ പ്രതി ഓടുകയായിരുന്നു. തുടർന്ന് പോലീസ് സംഘം സാഹസികമായി പിടികൂടി. ഏകദേശം 1 കിലോ തൂക്കം വരുന്ന കഞ്ചാവ് ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. SI വിനു, CPOമാരായ ഗിരീഷ്, SPO അനൂപ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. തൃത്താല സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. VK ശ്രീകണ്ഠൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൃത്താല പഞ്ചായത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കാണ് അനുമോദനം ഒരുക്കിയത്. ബാങ്ക് ഓട്ടോടത്തിൽ നടന്ന അനുമോദന സദസ്സ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. അവർ പഠിപ്പിക്കുന്ന കോഴ്സ് അതല്ലാതെ വേറെ ചിന്തയില്ല. ഇന്ന് മക്കളാണ് തീരുമാനിക്കുന്നത് ഏത് കോഴ്സ് വേണം, ഏത് കോളേജ് വേണം, ഏത് യൂണിവേഴ്സിറ്റി വേണം, അത് ഏത് വിദേശ രാജ്യത്ത് വേണം എന്ന് വരെ തീരുമാനിക്കണ ആരാ? മക്കൾ തീരുമാനിക്കും. പണ്ടൊക്കെ മക്കൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ മാതാപിതാക്കളോട് കുറേ ദിവസം ഒളിച്ചു വെച്ച് അവസാനം അമ്മയോട് പറഞ്ഞ, അച്ഛനോട് പറഞ്ഞ, അങ്ങനെയൊക്കെ അറിയാം.
രക്ഷകർത്താക്കളോട് ചോദിച്ചു കഴിഞ്ഞാണ് പിന്നെ ടീച്ചറോടോ അല്ലെങ്കിൽ അധ്യാപകനോടോ ചോദിക്കുക. ഇന്ന് കുട്ടികൾ ആരെങ്കിലും സംശയം ചോദിക്കുന്നുണ്ട്. അവർക്ക് കിട്ടിയിട്ടുള്ള അസുലഭമായ അവസരം അസൂയോടുകൂടി അത് കാണാൻ കഴിയും. കാരണം ഇത്രയേറെ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. നിങ്ങൾ പഠിക്കുന്ന കാലത്തും വേദിയിലിരിക്കുന്ന പലരും പഠിക്കുന്ന കാലത്തൊക്കെ ഒരുപാട് പരിമിതികളാണ്. ഇപ്പോൾ അൺലിമിറ്റഡാണ്. ഒരു പരിധിയില്ലാതെ കുട്ടികൾക്ക് അനന്തവികായത്തിൽ വിജ്ഞാനത്തിൻ്റെ പാറി പറക്കാനുള്ള നല്ല അവസരങ്ങളുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ നല്ലൊരു വിഭാഗം കുട്ടികൾ വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കും. മറ്റ് സംസ്ഥാനത്തൊക്കെ പോകുമെന്ന് വെച്ചാൽ ഒരു ഭയോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഒരു മടിയോ ഒന്നുമില്ല. കുട്ടികൾ അവർ സ്വതന്ത്രരാണ്. തൃത്താലയിലെ അധ്യാപകനും എഴുത്തുകാരനുമായ വി ടി വാസുദേവൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് കെ വി മരക്കാർ അധ്യക്ഷനായിരുന്നു. പി ടി ബൽറാം, എം അഷറഫ് അലി, സി വി ബാലചന്ദ്രൻ, പി എ സലാം, ഇബ്രാഹിംകുട്ടി, പി എം അസീസ്, എം സി സത്യൻ, എം മണികണ്ഠൻ, കെ വി ഹിള്ളർ, സുജാത, ഇ രാജേഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി: 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തകൾ തുടരുന്നു. ചെറുതുരുത്തി പോലീസിന്റെ സാഹസിക പ്രയത്നം. പോക്സോ കേസിലെ പ്രതിയെ കണ്ടെത്തിയത് ഒറീസയിലെ ഉൾഗ്രാമത്തിൽ നിന്ന്. ഒരാഴ്ചയോളം നീണ്ട സാഹസികമായ നീക്കങ്ങൾക്കൊടുവിൽ ഒഡീഷയിലെ റായ്ഗഡ് ജില്ലയിലെ കർലാഘാട്ടി സ്വദേശിയായ മൊറാട്ടിഗുഡ വീട്ടിലെ മഹാദേവ് പാണിയെയാണ് ചെറുതുരുത്തി പോലീസ് കണ്ടെത്തിയത്. ഇൻസ്പെക്ടർ ബോബി വർഗീസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീഷ് എ ജയകൃഷ്ണൻ, ഹോംഗാർഡ് ജനുമോൻ എന്നിവർ ഒറീസയിലേക്ക് യാത്രയാകുമ്പോൾ പ്രതിയെക്കുറിച്ചുള്ള സൂചനയായി അവരുടെ കയ്യിലുണ്ടായിരുന്നത് അതിജീവിത നൽകിയ ഒറീസയിലെ റായ്ഗാഡ് എന്ന സ്ഥലത്തുള്ള പത്തൂൺ അങ്കിൾ എന്ന് വിളിപ്പേരുള്ള ഒരാൾ മാത്രമായിരുന്നു. റായ്ഗാഡിലെത്തി ഉദ്യോഗസ്ഥർ അതിജീവിത താമസിച്ചിരുന്ന ഗ്രാമമായ ഗുഡാരിയിലെ നിരവധി സ്ഥലങ്ങളിൽ അന്വേഷിച്ചെങ്കിലും ഇയാളെക്കുറിച്ച് വിവരം ലഭിച്ചില്ല. സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിലെ സഹായത്തിലും പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചു. ഫോട്ടോയും ഫോൺ നമ്പറും ഒന്നുമില്ലാത്തതിനാൽ 4 ദിവസം തെരഞ്ഞെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല. പിന്നീടാണ് ഒറീസയിൽ മലയാളം അറിയുന്ന ധാരാളം പേരുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇത് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ വേഷം മാറി ഗ്രാമങ്ങളിലെത്തി. വനപ്രദേശമായ ഗ്രാമമായതിനാൽ പിന്നീടുള്ള അന്വേഷണങ്ങൾ കൂടുതൽ ദുഷ്കരമായിരുന്നു. പുതിയ തന്ത്രവുമായി അതിസമർത്ഥമായി മലയാളം അറിയുന്നവരുമായി കൂടുതൽ ഇടപഴകിയതിലൂടെ തുടർന്ന് പ്രതിയുടെ സഹോദരനെ കണ്ടെത്തി പ്രതിയെക്കുറിച്ച് കൂടുതലായുള്ള അന്വേഷണം ആരംഭിച്ചു. പ്രതിയുടെ വാസസ്ഥലം മാവോയിസ്റ്റ് സാധ്യതയുള്ള സ്ഥലമാണെന്ന് പലരും പറഞ്ഞെങ്കിലും അവർ പിന്തിരിഞ്ഞില്ല. ജനങ്ങളുടെ നിസ്സഹകരണവും അവരെ ബുദ്ധിമുട്ടിച്ചു. പിന്നീട് ഒരാഴ്ചയോളം നീണ്ടുനിന്ന അന്വേഷണവുമായി ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ അവസാനം പ്രതിയെ പിടികൂടുകയായിരുന്നു. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കപ്പൂരിലെ പാറയ്ക്കൽ ആയുർവേദ യുനാനി ആശുപത്രിയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന ഇംഗ്ലീഷ് മരുന്ന് ശേഖരം പിടികൂടി. ആവശ്യമായ യാതൊരു രേഖകളുമില്ലാതെയാണ് ആയുർവേദ യുനാനി ആശുപത്രിയുടെ മറവിൽ ഇംഗ്ലീഷ് മരുന്ന് ശേഖരം സൂക്ഷിച്ചിരുന്നത്. സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ ബോർഡ്, തൃശൂർ റീജിയണൽ അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളറുടെയും നിർദ്ദേശാനുസരണം പാലക്കാട് ഡ്രഗ്സ് ഇൻസ്പെക്ടറുടെ ഓഫീസ് നേതൃത്വത്തിലായിരുന്നു വ്യാപക പരിശോധന നടത്തിയത്. അതീവ ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾക്ക് നൽകുന്ന മരുന്നുകളും ഉയർന്ന ഡോസിലുള്ള ആന്റിബയോട്ടിക് മരുന്നുകൾ ഉൾപ്പെടെ 6ഓളം ഇനം മരുന്നുകളാണ് പിടിച്ചെടുത്തത്. ഇംഗ്ലീഷ് മരുന്ന് സൂക്ഷിക്കുന്നതോടൊപ്പം വിൽപ്പന നടത്തുവാൻ ആവശ്യമായ ഒരു രേഖകളൊന്നുമില്ലാതിരുന്നു ആയുർവേദ യുനാനി ആശുപത്രിയുടെ മറവിൽ ഇംഗ്ലീഷ് മരുന്ന് സൂക്ഷിച്ചിരുന്നത്. സ്ഥാപനത്തിന്റെ വിവിധ ക്ലിനിക്കുകളിലും വ്യാപക പരിശോധന ഉണ്ടായി. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നൽകേണ്ട അതീവ ഗുരുതരമായ മരുന്നുകളാണ് പിടിച്ചെടുത്തവയിലേറെയും. ഡ്രഗ് ഇൻസ്പെക്ടറുടെ ഓഫീസിൽ കിട്ടിയ ഇമെയിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളറുടെയും തൃശ്ശൂർ
റീജിയണിലെ അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളറുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഒരു പരിശോധന ഇവിടെ നടത്തിയത്. ഈ പ്രദേശത്ത് ഒരു ആയുർവേദ പാറക്കൽ എന്ന പേരുള്ളൊരു സ്ഥാപനത്തിൽ അനധികൃതമായി ഈ മോഡേൺ മെഡിസിൻസ്, ഇംഗ്ലീഷ് മരുന്നുകൾ വിൽപ്പന നടത്തുന്നു അനധികൃതമായിട്ട് എന്നുള്ളൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നത്. അപ്പോൾ അതിൽ അനുബന്ധ ആ ക്ലിനിക്കുകളിൽ നമ്മൾ പരിശോധന നടത്തിയെങ്കിൽ അവിടെ അധികവും ആയുർവേദ മരുന്നുകളാണ് നമുക്ക് കണ്ടെത്തിയത്. അതിൻ്റെ തൊട്ടടുത്ത ഈ സ്ഥാപനത്തിലൂടെ പരിശോധന ആകസ്മികമായിട്ട് നമുക്ക് കുറച്ച് മരുന്നുകൾ, ഇംഗ്ലീഷ് മരുന്നുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബില്ലുകളോ മറ്റൊന്നും ലഭ്യമായിട്ടില്ല. ഈ മരുന്നുകളെല്ലാം തന്നെ സൈക്കോട്രോപിക് സബ്സ്റ്റൻസസിൽ പെടുന്ന മരുന്നുകളാണ്. ക്യൂടെപ്പിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നുകളായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ജെന്യൂനിറ്റി നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സീഷർ ചെയ്ത് നമ്മൾ ഇതിനെതിരെ കേസ് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് മുകളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം. അപ്പോൾ അതായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്തിനൊക്കെ വേണ്ടിയുള്ള മരുന്നുകളാണ് ശരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതെല്ലാം മാനസിക അസുഖങ്ങൾക്ക് യൂസ് ചെയ്യുന്ന മരുന്നുകളാണ്. ഇതൊന്നും ക്യൂടെപ്പിൻ എന്ന് പറഞ്ഞ മരുന്നാണ്. ക്യൂടെപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോട്രോപിക് മരുന്നുകളാണ്. അത് മാനസിക അസുഖങ്ങൾക്ക്, പലതരം മാനസിക അസുഖങ്ങൾക്ക് ഒരു അംഗീകൃത ഡോക്ടറുടെ വളരെ വ്യക്തമായ കുറിപ്പോടും കൂടി മാത്രം സീരിയസ് ആയ അസുഖങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളാണ് ഇതെല്ലാം. ഞങ്ങളാണ് ഇവിടെ ഒരു വ്യാജ ചികിത്സ നടക്കേണ്ടത് ഞങ്ങൾക്ക് ഇതിന് മുന്നേ ഒരുപാട് വർഷം ഇവിടെ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പുറത്തുനിന്നുള്ള അറിവുകൊണ്ട് ഞങ്ങൾക്കൊരു സംശയം തോന്നി. ആ സംശയത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ എന്ത് ചെയ്ത് സ്റ്റേഷനിൽ അറിയിച്ചത്. സ്റ്റേഷനിൽ അറിയിച്ചൊക്കെ ഞങ്ങൾ ഇവിടെ മരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് സ്റ്റേഷനിൽ വന്ന് അതിൽ പ്രത്യേകിച്ചിട്ടുള്ള തീരുമാനങ്ങളൊന്നും ഇതില്ല, അവരെടുത്തില്ല. അവർക്ക് DMOക്ക് വിടണം പറഞ്ഞു. അപ്പോൾ DMO ഞങ്ങൾ വീണ്ടും അറിയിച്ചു. അപ്പോൾ DMO വന്നിട്ടാണ് ഇവിടെ മരുന്നുണ്ട്, അവരാണ് മരുന്ന് ഇവിടെ കണ്ടെത്തിക്കുന്നത്. വ്യാജ മരുന്നാണെന്ന്, അതിൻ്റെ ഡ്രഗ്സ് അതിലൊക്കെ പെട്ട മരുന്നുകളാണെന്ന് അവർ പറയുന്നത്. നമുക്കിതിനെ കുറിച്ചിട്ടൊന്നുമില്ല. നിലവിൽ ഇത് പാറക്കൽ ഭാഗത്തുള്ള ഒരു ട്രസ്റ്റാണെന്നെങ്കിലും പാറക്കൽ പള്ളിയുമായിട്ട് യാതൊരു ബന്ധമില്ല. നിലവിൽ പാറക്കൽ പള്ളിയുടെ സെക്രട്ടറിയാണ് ഞാൻ. ഈ പള്ളിയുമായിട്ട് ഈ ട്രസ്റ്റിന് യാതൊരു ബന്ധമില്ല. ഇതിന് ട്രസ്റ്റ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന മുഹമ്മദ് അലി ഉസ്താദ് അവരുടെ പേരിലാണ്, അവരുടെ ഇതാണ് ഈ നിലവിൽ ഇതിൻ്റെ പേരിലുള്ള ഈ ട്രസ്റ്റ്. ഈ ആൾക്ക് നിലവിൽ ഈ പള്ളിയിൽ ജോലി ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10-20 വർഷത്തോളം ഈ ജോലി ചെയ്തത്. ഏകദേശം ഒരു മാസത്തിന് മുന്നേ പുള്ളിനെ ഈ പള്ളിയിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്ത് ചില വിഷയങ്ങൾ സംബന്ധിച്ചിട്ട് ഞങ്ങൾ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ വിഷയങ്ങളും വ്യാജ ചികിത്സ അങ്ങനത്തെ ഇതൊക്കെ കുറച്ച് കൂടുതൽ അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്. ഇതിന് ഞങ്ങൾ ഇത് പള്ളിയിൽ നിന്ന് ഒഴിവാക്കലും. പട്ടാമ്പി ടൗണിലെ റോഡ് തകർച്ചയ്ക്കെതിരെയുള്ള പ്രതിഷേധം തുടരുന്നു. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കൽപ്പകയിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. ഭരണക്കാരെ അധികാരികളെ പട്ടാമ്പി ടൗണിലെ റോഡ് തകർച്ചയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മേലെ പട്ടാമ്പി കൽപ്പകയിൽ റോട്ടിൽ രൂപപ്പെട്ട കുഴിയിൽ വാഴ നട്ടായിരുന്നു പ്രതിഷേധം. പട്ടാമ്പി കുളപ്പുള്ളിപ്പാത നവീകരണം നടക്കുന്ന വേളയിലും നവീകരണം നടക്കാത്ത വേളകളിലെ റോഡ് തകർച്ച പരിഹരിക്കുവാൻ ബദൽ സംവിധാനം കണ്ടെത്തണമെന്നായിരുന്നു ആവശ്യം. മുസ്ലിം ലീഗ് നേതാവ് MK മുസ്താഖ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഒന്നാണ് പട്ടാമ്പി. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളുടെ പ്രവേശന കവാടം കൂടിയാണ് പട്ടാമ്പി. ആ പട്ടാമ്പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് പാലക്കാട് പൊന്നാനി ഹൈവേ. ആ പൊന്നാനി പാലക്കാട് ഹൈവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും തിരക്കേറിയതുമായ ഈ റോഡ് തകർന്നു തരിപ്പണമായിട്ട് വർഷങ്ങളായി. പാലക്കാട് പട്ടാമ്പി റോഡ് ലോകോത്തര നിലവാരത്തിൽ 4 വരി പാതയാക്കുമെന്ന് പറഞ്ഞിട്ട് 2016 പട്ടാമ്പിയിലെ നിലവിലെ MLA ആദ്യമായി MLA ആയ ആ സമയം 2016 ആദ്യം പറഞ്ഞതാണ് പട്ടാമ്പി കൊളപ്പുള്ളി റോഡ് ലോകോത്തര നിലവാരത്തിൽ പുതുക്കി പണിയുമെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഇപ്പോ 8 കൊല്ലം കഴിഞ്ഞു. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ഇതിന്റെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ വേണ്ട രീതിയിൽ നടക്കുന്നില്ല. മാത്രവുമല്ല, വളരെ ജനത്തിരക്കേറിയ ഈ പട്ടാമ്പി ടൗണിലെ വളരെ പ്രധാനപ്പെട്ട ഈ റോഡ് അറ്റകുറ്റപ്പണി ചെയ്യാൻ, പുതുക്കി പണിയുന്നതിന് മുമ്പ് അറ്റകുറ്റപ്പണി ചെയ്താൽ തന്നെ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഈ ബ്ലോക്ക് ഒഴിവാക്കാൻ കഴിയും. പട്ടാമ്പിയുടെ MLA ഈ കാര്യത്തിലൊന്നും യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഗ്രൂപ്പിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. ഷാഹുൽ ഹമീദ്, റഷീദ് തങ്ങൾ, അനസ്, മൻസൂർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പ്രതിഷേധം വ്യാപകമായതോടെ പട്ടാമ്പി ടൗണിലെ റോഡിൽ അറ്റകുറ്റപ്പണികളുമായി അധികൃതർ രംഗത്ത്. മേലെ പട്ടാമ്പിയിൽ രൂപപ്പെട്ട വഴിയിലെ കുഴികളാണ് JCB ഉപയോഗിച്ച് തൂർത്തത്.
മഴ ശക്തമായതോടെ പട്ടാമ്പി ടൗണിലെ റോഡ് തകർച്ച രൂക്ഷമായിരുന്നു. പലയിടത്തും വലിയ കുഴികളാണ് രൂപപ്പെട്ടത്. റോഡിലെ കുഴികൾ ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും ഇടവരുത്തിയിരുന്നു. ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും ഇടവരുത്തി. പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ നവീകരണം നടക്കുന്നുണ്ടെങ്കിലും നവീകരണം നടക്കാത്ത പല ഭാഗങ്ങളിലും റോഡ് പാടെ പൊളിഞ്ഞു കിടക്കുകയാണ്. അറ്റകുറ്റപ്പണിയെങ്കിലും നടത്തണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. ടൗണിലെ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ വ്യാപാരികളും മുസ്ലിം ലീഗുമെല്ലാം പ്രത്യക്ഷ സമരവുമായി ഇതിനകം രംഗത്തിറങ്ങിയിരുന്നു. ഇതിനെല്ലാം ഫലമായാണ് ഇപ്പോൾ അധികൃതർ രംഗത്തിറങ്ങിയിട്ടുള്ളത്. വലിയ കുഴികൾ JCB ഉപയോഗിച്ച് മൂടുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. താൽക്കാലിക ആശ്വാസമെന്ന നിലയിലാണ് ഇപ്പോഴത്തെ പ്രവൃത്തികൾ. പാതയിൽ നവീകരണം നടക്കുന്നുണ്ടെങ്കിലും പട്ടാമ്പി ഭാഗത്തേക്ക് എത്തുവാൻ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ റോഡിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നഗരസഭയും നേരത്തെ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ എല്ലാം ഫലമായാണ് ഇപ്പോൾ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നത്. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.